സർ, പാകിസ്ഥാനിലും ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലുമൊക്കെ വലിയ സംഘർഷങ്ങളാണ്, അതിനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ ഒരു മോസ്കിൽ ബോംബ് പൊട്ടിത്തെറിച്ച് ഏതാനും പേർ കൊല്ലപ്പെട്ടതിൻ്റെ വാർത്തയും പുറത്തു വരുന്നു. ഞെട്ടിപ്പിക്കുന്നു. ഖൈബർ പഖ്തൂൺഖ്വ എന്നാണ്. ആ അവിടെ അക്കോറ ഗാത്തുക് ജില്ലയിൽ ജാമിയ ഹക്കാനിയ എന്ന് പറഞ്ഞ മോസ്കും മദ്രസയും ചേർന്നിട്ടുള്ള സ്ഥലമാണത്. അവിടെയാണ് സ്ഫോടനം. 6 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൊല്ലപ്പെട്ടതിൽ ഹമീദുൽ ഹക്ക് എന്ന് പറഞ്ഞൊരു നേതാവും ഉൾപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ജമിയത്തി ഉലമ ഇസ്ലാം എന്ന് പറഞ്ഞ കക്ഷിയുടെ ഒരു ചേരിയുടെ നേതാവാണ്. അതായത് JUI, ജമിയത്ത് ഉലമ ഇസ്ലാം, ചെറിയ ആളല്ല. ഈ ഹക്ക് മൗലാന സമീഉൽ ഹക്കിൻ്റെ മകനാണ്. മൗലാന സമീഉൽ ഹക്ക് ആ മൗലാനയാണ് പാകിസ്ഥാൻ താലിബാൻ്റെ പിതാവായിട്ട് കരുതുന്നത്. ഈ 2018 സ്വന്തം വീട്ടിലൊരു കത്തിക്കുത്തേറ്റാണ് ഈ മൗലാന സമീഉൽ ഹക്ക് കൊല്ലപ്പെട്ടത്. അപ്പോൾ ഈ മോസ്ക് ഈ താലിബാനുമായിട്ട്, അഫ്ഗാൻ താലിബാനുമായി ബന്ധമുള്ള മോസ്കാണ്. താലിബാൻ അനുകൂല മോസ്കാണിത്. എന്ന് പറഞ്ഞാൽ ഖൈബർ പഖ്തൂൺഖ്വയിൽ പാകിസ്ഥാനെതിരെ നിലകൊള്ളുന്ന ഭീകര സംഘടനയാണല്ലോ പാകിസ്ഥാൻ താലിബാൻ എന്ന് പറയുന്നത്. അവരുടെ തന്നെ കൈവശമുള്ളൊരു മോസ്കാണ്. അപ്പോൾ ആക്രമണം നടത്തിയത് ആര് എന്നുള്ള ചോദ്യം ഉയരുന്നു. പാകിസ്ഥാൻ താലിബാൻ പൊതുവെ ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുക്കാറില്ല. പാകിസ്ഥാൻ താലിബാൻ അല്ലല്ലോ ചെയ്തത്. അപ്പോൾ ഇത് ഒരു സർക്കാർ സ്പോൺസേഡ് ആക്രമണമായിരുന്നോ എന്നുള്ള സംശയമാണ് പിന്നെ ഉയരുക. പക്ഷേ ഈ ആക്രമണം നടന്ന സമയം വല്ലാത്ത സമയമാണ്. റമദാൻ മാസം തുടങ്ങാണ്. ഗൾഫിൽ ഇന്നലെ മാസപ്പിറവി കണ്ടു, ഇന്നാണ്. അപ്പോൾ ഇവിടെ കണ്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ നാളെയാണ് തുടങ്ങുന്നത്. അങ്ങനെ റമദാൻ മാസാരംഭം ആകുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ഖൈബർ പഖ്തൂൺഖ്വയിൽ അക്കോറ ഗാത്തുക് ജില്ലയിലാണ് സംഭവം. ഈ ചാവേർ ബോംബാക്രമണമായിരുന്നു ഇത്. ചാവേറായിട്ട് ഒരാൾ ബോംബ് ഒക്കെ ഘടിപ്പിച്ചിട്ട് വരുന്നു, ആക്രമണം നടക്കുന്നു, അയാളും കൊല്ലപ്പെടുന്നു, ചാവേറും. അങ്ങനെയാണ് ചാവേർ ബോംബാക്രമണമാണ് നടന്നിരിക്കുന്നത്. ഈ താലിബാൻ അനുകൂല മോസ്കും മദ്രസയും ചേർന്ന ഭാഗത്തേക്ക് ചാവേർ നടന്ന് കയറുകയായിരുന്നു. അപ്പോൾ ഈ മോസ്ക് അന്നത്തെ ആരാധനയൊക്കെ കഴിഞ്ഞ് പിരിയുന്ന സമയമാണ്. ഈ ഹക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് വാഹനത്തിലേക്ക് നടക്കുമ്പോഴാണ് സ്ഫോടനം ഉണ്ടാകുന്നത്. അതിൻ്റെ അകത്ത് നിന്ന് വലിയ ആൾത്തിരക്കുണ്ടായിരുന്നു. ഈ പുറത്തേക്ക് പ്രവഹിക്കുമ്പോഴാണ് ചാവേർ അകത്തേക്ക് നടന്ന് കയറി ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ആ ഹക്കും പിന്നെ 5 പേരുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പിന്നെ ചാവേർ 4 വിശ്വാസികൾ, ഇസ്ലാം വിശ്വാസികൾ, അങ്ങനെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ജാമിയ ഹക്കാനിയ മദ്രസയിൽ കഴിഞ്ഞ 2 ദശകമായിട്ട് ഈ അഫ്ഗാൻ താലിബാൻ കുട്ടികൾ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ഇവിടെ പഠിപ്പിച്ചിട്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് കയറ്റി അയക്കുക, അങ്ങനത്തെ പരിപാടികളാണ് ചെയ്യുന്നത്. ഈ പ്രോ താലിബാൻ മോസ്ക് ആയതുകൊണ്ട് തന്നെ ഇതിന് വലിയ പോലീസ് കാവലുണ്ടായിരുന്നു. ഈ ഹക്ക് എന്ന് പറഞ്ഞ കൊല്ലപ്പെട്ട നേതാവിന് സ്വന്തം ബോഡി ഗാർഡുകളും ഉണ്ടായിരുന്നു, അംഗരക്ഷകർ. എന്നിട്ടും കൊല്ലപ്പെട്ടു. ചുറ്റും പോലീസ് കാവലുണ്ടായിരുന്നു മോസ്കിന്. 12ഓളം പോലീസുകാർ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു ഇതിന്. അതൊക്കെ വെറുതെ ആയിപ്പോയി. അപ്പോൾ ഒരു ഡസൻ പോലീസ് കാവലുണ്ടായിരുന്നു. ഈ മോസ്കുകാരുടെ സ്വന്തം ഭടന്മാരില്ലേ താലിബാൻ, ആ ഭടന്മാരും ഒക്കെ കാവലുണ്ടായിരുന്നു ഇതിന്. അപ്പോഴാണ് സംഭവിച്ചത്. അപ്പോൾ യാവർ സിയ എന്ന് പറഞ്ഞ് പരിക്കേറ്റൊരു പോലീസുകാരൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പ്രാർത്ഥന കഴിഞ്ഞ് ഈ ഹക്ക്
മോസ്ക് വിടുമ്പോഴാണ് ഈ ചാവേർ ആക്രമണം നടന്നത്. പ്രധാന ഗേറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ശക്തമായ സ്ഫോടനം ഉണ്ടായി. ഞാൻ പരിക്കേറ്റ് നിലത്ത് വീണു എന്ന് പോലീസുകാരൻ പറയുന്നുണ്ട്. ഈ ബോംബിൻ്റെ സ്പ്ലിൻറ്റേഴ്സ് ഇല്ലേ, കഷ്ണങ്ങൾ, അത് വന്ന് തറച്ചിട്ടാണ് ഈ പോലീസുകാരന് പരിക്കേറ്റിരിക്കുന്നത്. അപ്പോൾ അംഗരക്ഷകർക്കൊപ്പമാണ് ഈ ഹക്ക് നടന്ന് ഈ മെയിൻ ഗേറ്റിൻ്റെ എത്തിയത്. അപ്പോഴാണ് ചാവേർ സ്ഫോടനം. ഇത്തരം സ്ഫോടനങ്ങൾ അവിടെ ആദ്യമൊന്നും അല്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. 2023 പെഷവാറിൽ ഒരു മോസ്ക് ആക്രമണം നടന്നിരുന്നു. 101 പേരാണ് കൊല്ലപ്പെട്ടത് ആ പെഷവാർ മോസ്ക് ആക്രമണത്തിൽ. അത് ഖൈബർ പഖ്തൂൺവയുടെ തലസ്ഥാനമാണ് പെഷവർ. മുമ്പ് ആക്രമണങ്ങൾക്കൊക്കെ ഈ പാകിസ്ഥാൻ താലിബാന് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പാകിസ്ഥാൻ ഭരണകൂടം പറയുമായിരുന്നു. താലിബാൻ, ഇതിപ്പോൾ താലിബാന് തന്നെ പങ്കുള്ള മോസ്കാണല്ലോ. അപ്പം ഇപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്നാണ് അതിൻ്റെ പേര്, TTP, തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ. ഈ TTP പൊതുവെ പറഞ്ഞിരിക്കുന്നത് തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ അവർ മോസ്കുകൾ ആക്രമിക്കാറില്ല, അവരുടെ ഒരു നയമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കണം ആക്രമിച്ചത്. അപ്പോൾ അഫ്ഗാൻ താലിബാൻ്റെ സഖ്യകക്ഷി ആണ് ഈ TTP. 2021 ഇങ്ങനെ രൂപം കൊണ്ട് ആക്രമണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. TTP നേതാക്കൾ കുറേ പേർക്ക് അഫ്ഗാനിസ്ഥാനിൽ താവളമുണ്ട്. അടുത്ത കാലത്ത് കഴിഞ്ഞ 2 മാസത്തിൻ്റെ ഇടയ്ക്ക് അഫ്ഗാനിസ്ഥാനിലെ താവളത്തിൽ നിന്ന് ഈ ഖൈബർ പഖ്തൂൺവയിലുമൊക്കെ ഈ ഭടന്മാരെ, പട്ടാളക്കാരെ, പാകിസ്ഥാൻ പട്ടാളക്കാരെയൊക്കെ ആക്രമിക്കുന്നുണ്ട്. അവരുടെ കോൺവോയിയൊക്കെ ആക്രമിക്കുന്നുണ്ട്. തിരിച്ച് പാകിസ്ഥാൻ അങ്ങോട്ടൊരു ആക്രമണം നടത്തിയപ്പോൾ സ്ത്രീകളും കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത് അഫ്ഗാനിസ്ഥാനിൽ എന്ന് റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അവരാരോപണം ഉയർത്തുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ പലതും നടക്കുന്നുണ്ട്. ഇതിന് മുമ്പത്തെ ആഴ്ചയിലും ആക്രമണങ്ങൾ നടന്നിരുന്നു, നമ്മൾ ചർച്ച ചെയ്തതാണിത്. അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിൽ TTP നേതാക്കളുണ്ട്, അഫ്ഗാനിസ്ഥാൻ്റെ സഹായമുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ താലിബാൻ ശക്തിപ്പെടുന്നുണ്ട്. ആദ്യം പാകിസ്ഥാൻ തന്നെയാണ് താലിബാന് വളം വെച്ച് കൊടുത്തത്. അത് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇതേ സമയം തന്നെ ഈ ചാവേർ ആക്രമണം നടക്കുന്ന ആ സമയത്ത് തന്നെ തെക്ക് പടിഞ്ഞാറൻ ക്വറ്റയിൽ തെരുവിൽ ഒരു പട്ടാള വാഹനത്തിൻ്റെ അടുത്ത് ബോംബ് സ്ഫോടനം ഉണ്ടായി. 10 പേർക്ക് പരിക്ക് പറ്റി. ബലൂചിസ്ഥാൻ്റെ തലസ്ഥാനമാണ് ക്വറ്റ. അപ്പോൾ ഖൈബർ പഖ്തൂൺവയും ബലൂചിസ്ഥാനുമാണല്ലോ വിഭജിച്ചു പോകാൻ നിൽക്കുന്നത്. നമ്മുടെ അവിടെ നിന്നുള്ള ഒരു ഖൈബർ പഖ്തൂൺവയിൽ നിന്നുള്ള ഒരു MP തന്നെ പാകിസ്ഥാൻ പാർലമെൻറ്റിൽ പാകിസ്ഥാൻ 6-7 കഷ്ണങ്ങളായിട്ട് വിഭജിച്ചു പോവും എന്ന് കഴിഞ്ഞ ആഴ്ച റഹ്മാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ വിഭജിച്ചു പോകും എന്നും. അപ്പം ഭരണകൂടം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അലസഭാവം വെടിയണം. ഇല്ലെങ്കിൽ 1971 എങ്ങനെയാണോ ബംഗ്ലാദേശ് രൂപം കൊണ്ട് അതുപോലെ തന്നെ ഈ ബലൂചിസ്ഥാനും രൂപം കൊള്ളുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധം സംഘടിപ്പിക്കുമ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തിന് അവിടെ നിലനിൽക്കാൻ കഴിയുന്നില്ല, അവർ പേടിച്ചോടുകയാണ്. അപ്പോൾ ഇവർക്ക് അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അരാജകത്വം ഒക്കെ കൊണ്ടിട്ട് ഒരു രാജ്യമായി വിഭജിച്ച് പോയാൽ പാകിസ്ഥാൻ്റെ ഏതാണ്ട് 45% വരുന്ന ഭാഗം ഈ മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ പാകിസ്ഥാൻ ഒരു കുഞ്ഞു രാജ്യമായി മാറുകയല്ലേ. ഏറ്റവും വലിയ മേഖല, ഏറ്റവും വലിയ പ്രകൃതി വിഭവം, അതേസമയം ഏറ്റവും അവഗണിക്കപ്പെടുന്ന പ്രദേശവുമാണ് ബലൂചിസ്ഥാൻ. എണ്ണയുണ്ട്, ഈ ധാതു നിക്ഷേപങ്ങളുണ്ട്, ഓയിൽ ആൻഡ് ഗ്യാസ് ഉണ്ട്. പക്ഷെ ഇതൊന്നും ടാപ്പ് ചെയ്യാനായിട്ട് ആഗോള ഭീമന്മാരൊന്നും വരില്ല ഇവിടെ. വെടികൊള്ളും എന്ന് പേടിച്ചിട്ട് ഈ കുറേ പദ്ധതികൾ ചൈന ബലൂചിസ്ഥാനിൽ നടപ്പാക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. ധൈര്യം ചങ്കൂറ്റം കാണിച്ചു. അതായത് ചൈന പാക് എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്ന പ്രോജക്റ്റുമായിട്ട് അവർ വന്നു, ഗ്വാദർ തുറമുഖമാക്കി, എയർപോർട്ട് ഉണ്ടാക്കി. പക്ഷേ ഉദ്ഘാടനത്തിന് പോലും അതിൻ്റെ ആൾക്കാരൊന്നും വരാനൊന്നും പറ്റില്ല. അത് ഓൺലൈനിലാണ് അവർ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ബലൂചിസ്ഥാനിൽ ഈ പറഞ്ഞ പോലെ ചൈനയുടെ കുറേ പദ്ധതികൾ ഉണ്ടെങ്കിലും
ചൈനയുടെ എഞ്ചിനീയർമാർ പോകുന്ന വാഹന വ്യൂഹത്തിനെയൊക്കെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആക്രമിക്കും. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആണെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഈ പാകിസ്ഥാൻ പട്ടാളത്തിനെ ആക്രമിക്കാനും മറ്റും ഓപ്പറേഷൻ ഹെറോഫ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പറേഷൻ തന്നെ നടത്തുന്നുണ്ട്. യുവതികളുമൊക്കെ അതിൻ്റെ ഭാഗമാണ്. അവർ ധീരമായി ഈ പാകിസ്ഥാൻ പട്ടാള താവളങ്ങൾ, ക്യാമ്പുകൾ, അത് ആക്രമണം നടത്തും. അപ്പോൾ ചാവേർ പോരാളികളെ പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അതെ, ചാവേറുകളാണ് അവർ. അതിൽ ഒരു സ്ത്രീ ചാവേറും ഒക്കെ ഒരിക്കൽ ഒരു ആക്രമണത്തിൽ പങ്കെടുത്തത് ഈ ഓപ്പറേഷൻ ഹെറോഫ് ഉണ്ടായിട്ട് ആദ്യത്തെ ആക്രമണം ഒരു പട്ടാളത്താവളത്തിൽ നടത്തിയപ്പോൾ നമ്മളത് ചർച്ച ചെയ്തിരുന്നതാണ് അന്ന്. ഇവിടുത്തെ മാധ്യമങ്ങളിൽ ഇതൊന്നും വരില്ലല്ലോ. പാകിസ്ഥാനിൽ ഈ ബോംബാക്രമണം നടന്നതുപോലും കാണുന്നില്ല. സാർ, ഇപ്പോൾ ഈ ഗ്വാദറിൽ ഒരു എയർപോർട്ട് ഉണ്ടാക്കി. ഇപ്പോൾ എയർപോർട്ടിൻ്റെ ഉദ്ഘാടനം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്യാങ്ങും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് വെർച്വൽ മീറ്റിംഗ് എന്ന രീതിയിലാണ്. അപ്പം ചൈനയിലെ ഉദ്യോഗസ്ഥർക്കായിക്കോട്ടെ, അവിടുത്തെ പിന്നെ മേധാവികൾക്കായിക്കോട്ടെ അങ്ങോട്ടേക്ക് വരാൻ പ്രയാസമാണ്. പക്ഷേ ചൈനയാണ് വൻതോതിൽ എയർപോർട്ട് അവിടെ പണം മുടക്കിയത്. ഇപ്പോൾ പറയുന്നത് ഇനി ഞങ്ങൾ സൗജന്യമായി പാകിസ്ഥാന് നിർമ്മിച്ചു കൊടുത്താണ്. കാരണം അവിടത്തേക്ക് വിമാനങ്ങളൊന്നും വരുന്നില്ല, പാസഞ്ചേഴ്സ് വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ. അപ്പോൾ പാകിസ്ഥാൻ പൂർണ്ണമായും സാമ്പത്തികമായി തകർന്ന് ഇനി കരകയറാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ പാപ്പരായിപ്പോയി, നമുക്ക് വിശ്വാസ്യതയില്ല എന്നും അവിടുത്തെ ധനമന്ത്രിയായിട്ടുള്ള മുഹമ്മദ് ഔറംഗസേബ് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ പാകിസ്ഥാൻ ഇനി എന്തുള്ള അവസ്ഥയിലേക്കായിരിക്കും നീങ്ങുക? അതെ, പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് എ ഫെയിൽഡ് കൺട്രി എന്ന് നമ്മുടെ UN പ്രതിനിധി 2 ദിവസം മുമ്പ് UN പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു. രാജ്യാന്തര സഹായം കൊണ്ട് നിന്ന് പോരുന്നതാണത്. കഴിഞ്ഞ ദിവസമാണെങ്കിൽ മറിയം ഷെറീഫ്, നവാസ് ഷെറീഫിൻ്റെ മകളാണല്ലോ പഞ്ചാബിലെ മുഖ്യമന്ത്രി, അവർ വന്നിട്ട് 1 കൊല്ലം തികഞ്ഞു ഇന്നലെ. അപ്പോൾ പത്രങ്ങളിൽ 60 പേജ് പരസ്യം, 60 പേജിൻ്റെ സപ്ലിമെൻ്റാണ് കൊടുത്തത്. അതിൻ്റെ ആദ്യത്തെ 30 പേജിൽ മറിയത്തിൻ്റെ തന്നെ 170 പടങ്ങളുണ്ടായിരുന്നു, പടം വെച്ച് നിറച്ച്. അപ്പോൾ ഇങ്ങനെ അത് IMFൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണം വേസ്റ്റ് ചെയ്യുന്ന ഈ ബലൂചിസ്ഥാനിലെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള ഈ വൈദ്യുതിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പഞ്ചാബൊക്കെ നിലനിന്ന് പോകുന്നത്. അതാണ് ബലൂചിസ്ഥാൻ പറയുന്നത്, ഞങ്ങളെ നിങ്ങൾ ചൂഷണം ചെയ്യുന്നു, ഞങ്ങൾക്ക് ഗുണമൊന്നും കിട്ടുന്നില്ല. ഇവിടെയാണ് പിന്നെ വൈദ്യുതി ചാർജ് കൂട്ടുന്നത് ബലൂചിസ്ഥാനിലെ. അവിടെ നിന്നുള്ള വൈദ്യുതിയാണ് ഉത്പാദിപ്പിച്ച് പഞ്ചാബിനൊക്കെ കൊടുക്കുന്നത്. ഇവിടെ കുറച്ച് വൈദ്യുതി നിരക്കിന് ഇളവ് വരേണ്ടതല്ലേ, അത് കൂട്ടിക്കൊണ്ടിരിക്കും ഇങ്ങനെ. അത് IMFൻ്റെ ഉപാധിയിലൊക്കെ പെട്ടതാണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ നമ്മൾ ചന്ദ്രനിൽ ദൗത്യമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഗഗയാൻ, മംഗൾയാൻ. ഇതുപോലെ അവരും 2028 ചന്ദ്രനിലേക്കൊരു റോവറിനെ മറ്റേ ചൈനയുടെ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് അയക്കുന്നുണ്ട്. ഇങ്ങനെയും ചെയ്യുന്നുണ്ട്. നിലനിൽക്കാനുള്ള പണിയല്ല, പൊളിയാനുള്ള പദ്ധതികളാണ്. അയൽക്കാരനെ പോലെ നമ്മളും ജീവിക്കണം എന്നുള്ളൊരു മനസ്ഥിതിയെപ്പറ്റി സാധാരണ പറയാറുണ്ട്. അങ്ങനെയാണ്. അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇന്ത്യ, മറ്റേ POKയിൽ നിന്ന് കശ്മീരിലേക്ക് നോക്കുമ്പോൾ വലിയ വികസനങ്ങൾ, പുതിയ വിമാനത്താവളങ്ങൾ, അവിടെ നിന്ന് കാണാമല്ലോ ഇത്. ഇവിടെ ദാരിദ്ര്യവും. ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് നോക്കുന്ന പോലെയാണിത്. ഇത് POKയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നോക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ താലിബാൻ്റെ നിയന്ത്രണത്തിലുള്ള പള്ളിക്ക് നേരെ നടന്ന ഒരു ആക്രമണം അതെന്തായാലും ഒരു വലിയ സംഘർഷത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് തന്നെ നമ്മൾ കണക്ക് കൂട്ടി വിലയിരുത്തേണ്ടി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ താലിബാൻ കുറച്ചുകൂടി ശോഭിക്കുകയല്ലേ ചെയ്യുക. പാകിസ്ഥാനെതിരെയുള്ള ആക്രമണങ്ങൾ കുറച്ചുകൂടി അതിൻ്റെ ആക്കം കൂടുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.